കൊല്ലം നെടുമ്പന പഞ്ചായത്തിലേക്ക് MLA PC വിഷ്ണുനാഥ് അനുവദിച്ച 7 ഹൈമാസ് ലൈറ്റുകൾ നിഷേധിക്കാൻ കാരണം പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും വെളിച്ചമുണ്ടെന്ന ഒരു പ്രേക്ഷകന്റെ സന്ദേശമായിരുന്നു. സന്ദേശം സത്യമാണോ എന്നറിയാൻ ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ ഒരു അന്വേഷണം നടത്തി. എന്താണ് കണ്ടെത്തിയത് നോക്കാം. നെടുമ്പന പഞ്ചായത്തിൽ എല്ലായിടത്തും തെരുവ് വിളക്കുകളും ഹൈമാസ് ലൈറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം ലഭിച്ചതിന് പിന്നാലെ അത് സത്യമാണോ എന്നുള്ള ഒരു അന്വേഷണത്തിനാണ് റിപ്പോർട്ടർ സംഘം പുറപ്പെടുന്നത്. എല്ലായിടത്തും വെളിച്ചമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹൈമാസ് ലൈറ്റ് വേണ്ട, പകരം എല്ലായിടത്തും വെളിച്ചമുണ്ട് എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചു. അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ആദ്യം പോയത് മലവേൽ തൈക്കാവിന് സമീപമുള്ള കൊടും വളവിലേക്കാണ്. മലവേൽ തൈക്കാവ് ജംഗ്ഷനിലായിരുന്നു മറ്റൊരു ഹൈമാസ് ലൈറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ വെളിച്ചം ഇപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തമാണ്. കൊല്ലം കൊളത്തുപുഴ റോഡിൽ മലവേൽ ജംഗ്ഷൻ, അവിടുത്തെ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങളായി. അതും ഒന്ന് കാണാം. ഈ തെളിഞ്ഞു നിൽക്കുന്നത് ഹൈമാസ് ലൈറ്റ് അല്ല, അമ്പിളിയമ്മാവനാണ്. പുലിയില പോർക്കളം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം ചെന്നപ്പോൾ കൂറ്റാക്കൂരിരുട്ട്. പുലിയില പോർക്കളം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എത്രത്തോളം വെളിച്ചം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം. അടുത്തതായി ഭഗവാൻ മുക്കിലേക്കാണ് പോയത്. അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ. ഇതാണ് ഭഗവാൻ മുക്ക്. ഇവിടെയായിരുന്നു ഏറ്റവും ഉയരം കൂടിയ ഹൈമാസ് ലൈറ്റ് വെക്കാൻ തീരുമാനിച്ചത്. ഇവിടെ എല്ലാ തെരുവ് വിളക്കുകളും കത്തുന്നുണ്ട്. പുലിയില മജിസ്ട്രേറ്റ് മുക്കിൽ അവിടെയുമുണ്ട് ഇരുട്ട്. ഈ കാണുന്നത് പുലിയില മജിസ്ട്രേറ്റ് മുക്കാണ്. കടകളിലെ വെട്ടമണഞ്ഞാൽ പ്രദേശം ഇരുട്ടിലാണ്. റിഫായ് മജിസ്ട്രേറ്റ് മുക്കിലും അവസ്ഥ വ്യത്യസ്തമല്ല. ഇത് റിഫായ് മജിസ്ട്രേറ്റ് മുക്ക് എന്ന സ്ഥലമാണ്. ഇവിടെ തെരുവിളക്കുകൾ പോലും കത്തുന്നില്ല. ആകെയുള്ളത് അണഞ്ഞുകിടക്കുന്ന മിനിമാസ് ലൈറ്റാണ്. ഖാദിരിയ മജ്ലിസിന് സമീപം നിലവിൽ വെളിച്ചം പേരിന് മാത്രം. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഖാദിരിയ മജ്ലിസിന് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയും വെളിച്ചം പേരിന് മാത്രം. ഹെൽത്ത് സെന്ററിന് സമീപം ഇങ്ങനെയാണ് അവസ്ഥ. ഹെൽത്ത് സെന്ററിന് സമീപത്ത് തെരുവിളക്കുകളെല്ലാം പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഒരു ഹൈമാസ് ലൈറ്റ് ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നെടുമ്പന പഞ്ചായത്ത് ഹൈമാസ് ലൈറ്റുകൾ നിഷേധിച്ച 7 സ്ഥലങ്ങളും രാത്രി മണിക്കൂറുകൾക്കകം ഞങ്ങൾ സഞ്ചരിച്ചു, നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. ഇനി കുളപ്പാടത്തേക്ക്. നെടുമ്പന പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളെത്തുന്ന കുളപ്പാടം ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന്റെ അവസ്ഥയാണിത്. കണ്ണടച്ചിട്ട് മാസങ്ങളായി. പഞ്ചായത്തിൽ എല്ലായിടത്തും വെളിച്ചമുണ്ട് എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഞങ്ങൾ ഈ ലൈറ്റ് സമർപ്പിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.